അപ്പൊ പപ്പ ഗൾഫിൽ പോയാല് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഓട്ടോയിലാ പോകും. അപ്പൊ എന്റെ പപ്പാണ് എന്നെ അല്ല സ്കൂളിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന. അപ്പൊ ഞാനിന്ന് എമ്മിന്റെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഞാൻ പഠിച്ചിട്ട് പോകുന്നുണ്ട്. ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചതാണ്. ഞാൻ അപ്പൊ പഠിച്ചിട്ട് പിന്നെ പോകും കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പോണേ. അപ്പൊ വീഡിയോ എടുക്കണം അമ്മ. അപ്പൊ ഗൈസ് സ്കൂളത്തെ മദ്രസത്തെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബിസി കേട്ടോ. ഇപ്പോഴാണെന്ന് ഫ്രീ ആയത്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പൊ ഞാൻ പല്ല എന്റെ അമ്മന്റെ വീട്ടിലാണ്. എന്റെ അമ്മന്റെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ആകെ ഒരു മിനിറ്റ് പോവാനുള്ളൂ കേട്ടോ. കണ്ണു തൊട്ടി തക്കുപത്തിന് അവിടെ എത്തും. അപ്പൊ അങ്ങനെയാണ് അമ്മാമിന്റെ വീട്ടിലേക്ക് പോകുമ്പോ 2 മിനിറ്റോ അല്ല 1 മിനിറ്റോ ഉള്ളൂ. ചില ദിവസം ആയിഷ് രാത്രി പപ്പ വീഡിയോ കോൾ ചെയ്യുമ്പോ പപ്പന്റെ കൂടെ പോണം എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ തന്നെ പപ്പ ഇങ്ങോട്ട് വരും ചേട്ടാ. അത്ര ദൂരം ഉള്ളല്ലോ. അപ്പൊ പപ്പ ആയിഷിന്റെ കൂടെ പോവും. അപ്പൊ എന്താ വൈകുന്നേരം ആയിഷ് പോവാട്ടോ പപ്പന്റെ വീട്ടിലേക്ക്. ഞാനും ഇവിടെ ആരും ഇല്ല. അനുന്റെ കസിനില്ല. അനു ഞാൻ ഇവിടെ ഒറ്റക്കാട്ടോ. ഗൈസ് ക്യാരുള്ള കളിക്കാനാണ് ഐഷും പോയ. എന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി ചിന്നു വന്നീനി. ചിന്നു പോയിട്ടോ. അപ്പൊ ഞാൻ ചിന്നു പോയപ്പോ ഭയങ്കര കരച്ചിലേനിട്ടാ. ഇപ്പൊ കളിക്കാൻ ആരുമില്ല. ബോറടിക്ക ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഗൈസ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾക്കൊക്കെ അറിയില്ല നമ്മള് ബബ്ലി മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം അമ്മല്ലേ. അപ്പൊ കേറി വരും അമ്മന്റെ കൂടെ കേറി വരുമ്പോ തന്നെ ബബ്ലി വളർന്നായി ഭയങ്കര സന്തോഷം തന്നെ. കേറി വരുമ്പോ തന്നെ എനിക്ക് കെട്ടിപ്പിടിച്ചിരുന്നു. വീട്ടില് വരുമ്പോ നമുക്ക് എന്തോ ഒരു വീട്ടില് ഇവൻ മരിച്ചപ്പോ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും പോയ പോലെ ഒരു സൈലന്റ് ആയിട്ട് ഈ ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് നമുക്ക് ബബ്ലിനെ എപ്പോഴും ഓർത്തിരിക്കട്ടോ. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെ ബബ്ലി വിട്ടുപോകില്ല. നമുക്ക് ഇത് ഇവിടെ അടുത്തൊക്കെ നല്ല സങ്കടാവുണ്ട്. കൊറേ ഫോട്ടോസ് പാട്ട് കേട്ടാ കടിയിട്ടോ ഗൈസ്. ചാർലിന്റെ സങ്കടം കേട്ടാ എനിക്ക് അടിയിട്ട് നല്ല സങ്കടമാണ്. അപ്പോൾ ബബ്ലി മരിക്കുന്നതിന്റെ മുന്നേ അല്ലു ഫ്രെയിം ചെയ്തതാട്ടോ ഈ ഒരു ഫ്രെയിം. ഗൈസ് നമുക്ക് എന്തായാലും പാട്ട് കേട്ട ഭയങ്കര കരച്ചിലാട്ടോ. പിന്നെ കരച്ചില് നാളെ ഉണ്ടാവും. നിർത്തേയില്ല കേട്ടോ. മാമൻ കുറച്ച് നെല്ലിക്ക വാങ്ങി. കുറച്ച് നമ്മൾ തിന്ന് ബാക്കി കുറച്ചുള്ള നെല്ലിക്കാട്ടോ അത് കണ്ടോ. അപ്പൊ നമ്മൾ സാധാരണ ഭയങ്കരമായിട്ട് ഇഷ്ടാട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കൂട്ടോ ഗൈസ്. വീഡിയോ നോക്കാതെ കണ്ണാടിയിൽ പോയി വീഡിയോ എടുക്കൂട്ടോ ഞാന്. എന്നിട്ട് വെറുതെ സംസാരിക്കൂലേ. കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് പൗഡർ എടുത്തിട്ടോ ലിപ്സ്റ്റിക് അങ്ങനെ പൗഡർ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ബ്ലഷ് അങ്ങോട്ട് ജാഗണ്ട പോലെ. അപ്പൊ ഗൈസ് അവിടെ സംസാരിക്കാൻ കുറച്ച് വെക്കുവോ. അപ്പൊ ഗൈസ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ അറിയേണ്ടത്? നമ്മള് സാധാരണ നമ്മൾ മാങ്ങ ഉപ്പും മുളകും ഇടലില്ല. അതേപോലെ നമ്മൾ നെല്ലിക്കയിൽ ഉപ്പും മുളകും ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ് എന്തൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാവും. അപ്പൊ സാധാ പോലെ മാങ്ങയിൽ ഇടുന്ന ഉപ്പ്, മുളക്, സുർക്ക, വെളിച്ചെണ്ണ ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ നെല്ലിക്ക അപ്പൊ ഗൈസ് ഈ
വരുന്നില്ല നമ്മള് കുഞ്ഞു 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 ആയിട്ട് നമ്മള് കുഞ്ഞ ബോക്സ് ആയിട്ട് നമ്മള് അരിയണം കേട്ടോ. ഉമ്മ കേട്ടോ അരിഞ്ഞിരുന്നത് കട്ട് ചെയ്ത് തരുന്നത് കത്തി കൊണ്ടല്ല, അപ്പൊ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. സവാള കുരുകുരുന്ന് അതാണ് ഗൈസ്. അപ്പം അത് ഇതിന്റെ പോലെ ഉണ്ട്, ഉള്ളിന്റെ പോലെ. പിന്നെ വെളിച്ചിക്കൊണ്ടിരിക്കാത്ത കൊച്ചു കുഞ്ഞു കുഞ്ഞു അറിയാം. ആവശ്യമുള്ള ഉപ്പും കേട്ടോ, വെറുതെയല്ല ബുദ്ധിയില്ലാത്ത തീരെ. അമ്മ കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്ത് നമ്മൾ ഇതൊക്കെ നമുക്ക് ഇടാം. ഫസ്റ്റ് ഇട്ടെടുക്ക. ഇത്ര വേണോ? ആ അത്ര ഇട്ടോ. കൊറേ ഇടല്ല ഐശു. അയ്യോ എത്ര അപ്പൊ ഇടുമ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ മതി. ഇനി ഐശു ഇട്ടിട്ട മുളക്. ആ ഇട്. നമുക്ക് എന്നിടാം. ഇനി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്ക. അത് മിക്സ് ചെയ്യെടുത്തോ. ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ. കൂടൂലേ? കുറച്ചോളം ഒഴിച്ചു. കൊറേ ഉണ്ടല്ലോ. ആ ഇനി ബാക്കിത്തൊക്കെ ചെയ്യട്ടെ. കിട്ടണില്ലല്ലോ വെളിച്ചെണ്ണൻ്റെ ഇതാക്കിട്ടെ. മതി, കുറച്ച് മതി. പിന്നെ സ്ലിപ്പായി പോയിട്ടോ, അതാണ്. ഐശോ തന്നല്ലേ, ബുദ്ധി ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം നീ മിക്സ് ചെയ്യട്ടോ. നെല്ലിക്കുപ്പിലിട്ട മാങ്ങ പറഞ്ഞെന്താ എനിക്കറിയില്ല. അതാണ് നെല്ലിക്കല് ഉപ്പും മുളകും ഇടുക. നല്ലോണം മിക്സ് ചെയ്യട്ടോ. എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ? നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആസ്വദിച്ച് കഴിക്കാണ്. അങ്ങനുണ്ട്. മിക്കുണ്ടോ കുറച്ച്? നല്ല എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്, പുളിയുണ്ട്, മിക്സഡ്. എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മുളകുണ്ട്, ചുക്കുണ്ട്, വെളിച്ചെണ്ണുണ്ട്, ഇത് നമ്മൾ തിന്നിട്ട് പച്ചവെള്ളം നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണേക്കാട്ടി കൂടുതൽ നമ്മളെ വർത്താനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് ഉണ്ടാവാം. കാരണം കഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ വീട്ടില് നെല്ലിക്കയിൽ ഉപ്പും മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചൊട്ടിക്കാനും മറക്കരുത്. കൂടി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത്രയുള്ള നമ്മളെ ചെറിയൊരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.